Everyone knows the rules, but only a few follow them. That's why only a few win. ഈ ഒരു സെൻറ്റൻസ് വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ ചാപ്റ്റർ ആയിട്ടുള്ള സോർനൈറ്റ്സ് ടിപ്സ് ആൻഡ് സീക്രട്ട് സോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കോട്ട് പറയുന്നത് പോലെ തന്നെ എല്ലാവർക്കും റൂൾസ് അറിയാം, പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആ റൂൾസ് ഫോളോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വളരെ കുറച്ച് ആൾക്കാർ മാത്രം വിജയിക്കുന്നത്. Welcome back. This is Alan K from Sornite and you are watching the final chapter of Forex Ultimate Guide. ഇതുവരെ നമ്മൾ കഴിഞ്ഞ 5 ചാപ്റ്ററിലായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഫോറക്സ് ട്രേഡിങ്, മാർക്കറ്റ്, ടൈം സോൺസ്, സൈക്കോളജി, സ്ട്രാറ്റജി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 5 ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് അതിൻ്റെ എല്ലാം ഒരു കൺക്ലൂഷൻ നിലക്കും അവസാനമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ നിലക്കാണ് ചാപ്റ്റർ 6 സോർനൈറ്റ്സ് ടിപ്സ് ആൻഡ് സീക്രട്ട് സോഴ്സസ് നമ്മൾ നെയിം ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിലാണ് ഞങ്ങളും ബാക്കിയുള്ളവരും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വിജയിക്കുന്നവരും തോൽക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ദ വൺ ഹൂ വിൻസ്, ദ വൺ ഹൂ ലോസ്. അതുപോലെ എന്താണ് നമ്മൾ വിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് അഡ്വാൻറ്റേജ് എടുക്കാൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിട്ടുള്ളതും സോർനൈറ്റ്സ് ടിപ്സ് ആൻഡ് സീക്രട്ട് സോഴ്സസ്. ഇതിൽ ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ. നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോകളും പറയുന്ന പോലെ തന്നെ അധിക ട്രേഡേഴ്സും വിചാരിക്കുന്നത് അവർക്കൊരു 100% വിന്നിങ് സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ എപ്പോഴും വർക്കാവുന്നൊരു ഇൻഡിക്കേറ്റർ, സിഗ്നൽ ഗ്രൂപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഒരാൾ പറയുന്ന ഏറ്റവും വലിയൊരു കള്ളമാണത്. നിങ്ങൾക്ക് ഒരു 100% വിന്നിങ് സ്ട്രാറ്റജി വേണ്ട, നിങ്ങൾക്കൊരു ഇൻഡിക്കേറ്റർ വേണ്ട, സിഗ്നൽ വേണ്ട. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഗെയിമിൽ ദർ ഈസ് നോ ഷോർട്ട് കട്ട്. ആരാണോ ഹാർഡ് വർക്ക് ചെയ്തത്, ആരാണോ കറക്റ്റ് റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തത്, they will win, they will become profitable, they will make money. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലാക്കിയെടുത്താൽ യു ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ലോക്ക്ഡ്. നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്, ട്രേഡ്സ് ഇങ്ങനെ ചേസ് ചെയ്യരുത്. എപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ട്രേഡ് കിട്ടുന്നുണ്ടോ, സെറ്റപ്പ് ഫോം ആകുന്നുണ്ടോ, അതിലല്ല കാര്യം. നമ്മൾ വെയിറ്റ് ചെയ്യാം. പേഷ്യൻസ് കൊണ്ടാണ് കാര്യം. നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ സെറ്റപ്പ് ഫോം ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലാതെ മാർക്കറ്റ് ഒരു റഷ് കാണിക്കുന്നുണ്ട്, ഒരു പമ്പ് കാണിക്കുന്നുണ്ട്, നല്ല മൂവ്മെൻറ്റ് മാർക്കറ്റ് തരുന്നുണ്ട്, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ട്രേഡ്സോ കാര്യങ്ങളോ ഓപ്പർച്യൂണിറ്റീസോ ഇല്ല, എടുക്കരുത്. അത്രേ പറയാനുള്ളൂ. അല്ലാതെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ചെയ്യണം, അതിലല്ല കാര്യം. നമുക്ക് നമ്മുടെ പ്രോഫിറ്റായിട്ട് കൺഫർമേഷനും കാര്യങ്ങളും കിട്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ട്രേഡ് എടുക്കണം. ഞങ്ങൾ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് മലേഷ്യൻ SNR ഓർ MSNR. ഈ MSNR എന്ന് പറയുന്ന സ്ട്രാറ്റജിയുടെ ഒരു ചെറിയൊരു ഗ്ലിംസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിൽ പ്രോപ്പറായിട്ട് വളരെ കുറഞ്ഞ കൺസെപ്റ്റ്സ് കാര്യങ്ങളേ ഉള്ളൂ. മലേഷ്യൻ SNRൽ വളരെ കുറഞ്ഞ കൺസെപ്റ്റ്, ഈസി ടു അണ്ടർസ്റ്റാൻഡാണ്. അതിൽ ഓരോന്നിനും നമുക്ക് ക്ലിയർ കട്ട് എന്തുണ്ട്, കൺഫർമേഷൻസ് കാര്യങ്ങളുണ്ട്, സെറ്റപ്പ്സ് കാര്യങ്ങളുണ്ട്. ദർ ഈസ് നോ സ്പേസ് ഫോർ ഡൗട്ട്. സോ നിങ്ങൾക്ക് മലേഷ്യൻ SNR സ്ട്രാറ്റജിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. വി ക്യാൻ ഡു എ വീഡിയോ ഓൺ ദാറ്റ്. ഇനി സ്ട്രാറ്റജിക് വൈസ് നമ്മൾ നോക്കുമ്പോൾ, ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ യു നീഡ് ടു നോ വെൻ ടു എൻ്റർ ആൻഡ് വെൻ ടു എക്സിറ്റ്. എപ്പോൾ മാർക്കറ്റിലൂടെ എൻ്റർ ആവണം, എപ്പോൾ അത് എക്സിറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യണം. അല്ലാതെ നിങ്ങൾ പമ്പ് ചെയ്യുന്നുണ്ട്, ഡംപ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബയ്യോ സെല്ലോ നോക്കിയിട്ട് കാര്യമല്ല. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളെപ്പോഴും മാർക്കറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫീലിംഗ് വരികയാണ്, അതായത് ഒരു ട്രേഡ് എടുക്കാൻ നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. ഇതെടുക്കണോ, എടുക്കണ്ടേ, അല്ലെങ്കിൽ എടുത്താൽ ശരിയാവോ, മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുന്നുണ്ട്, പക്ഷേ ഇത് ഇപ്പം എടുക്കണോ, ഇനി മൂവ്മെൻറ്റ് കിട്ടില്ലേ, ആ ഒരു ഇന്നർ ഗട്ട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ യു ഷുഡ് നെവർ ടേക്ക് ദാറ്റ് ട്രേഡ്. അതായത് ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ 2 വട്ടം ആലോചിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു നോട്ട് ടച്ച് ഇറ്റ്. ആ ഒരു ആലോചന വരാൻ പാടില്ല. അവിടെയാണ് പോയിൻറ്റ്. നിങ്ങൾക്ക് ഒരു 2 വട്ടം ആലോചിക്കേണ്ട ഒരു അവസരം ഉണ്ടാവരുത്. നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കുക, കൺഫർമേഷൻസ് കാര്യങ്ങൾ നോക്കുക, ഓക്കെ എല്ലാതും അലൈൻ ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഗോ ഫോർ ദ ട്രേഡ്. അല്ലാതെ 2 വട്ടം ആലോചിക്കുന്നുണ്ടെങ്കിൽ ഡു നോട്ട് ടച്ച് ഇറ്റ്. നിങ്ങളുടെ എന്താണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് തരുമ്പോൾ നിങ്ങളൊരു റീസണ്, നിങ്ങളൊരു റീസൺ അങ്ങനെ തിരഞ്ഞു നോക്കരുത്.
എനിക്ക് എന്തെങ്കിലും ഒരു കൺഫർമേഷൻ കാര്യങ്ങൾ കിട്ടിയ പെൻ ഡ്രോപ്പ് വരുന്നു. അതുപോലെ അല്ല കാര്യം. നമ്മുടെ സെറ്റപ്പ് അനുസരിച്ച് നമുക്ക് ഈവൻ മാർക്കറ്റ് കൺസോളിഡേറ്റഡ് ആണെങ്കിൽ പോലും നമുക്ക് സെറ്റപ്പ് കാര്യങ്ങൾ ഫോം ചെയ്തിട്ട് കൺഫർമേഷൻസ് കിട്ടിയാൽ എൻ്റെ അടുത്ത ട്രേഡ് എടുക്കണം. അവിടെയാണ് നമ്മളെ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത് എന്ന് പറയും. സോ ഡു നോട്ട് ലുക്ക് ഫോർ റീസൺസ്, വെയിറ്റ് ഫോർ ദ റീസൺസ്. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സെപ്ഷണൽ ആവുക. ആൻഡ് ദ സെക്കൻഡ് തിങ് അല്ലെങ്കിൽ സെക്ഷൻ 2 എന്ന് പറയുന്നത് ഓൾവേസ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും നമ്മളതിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു ത്രൂ ഔട്ട് ഗൈഡിൽ നമ്മൾ ഓരോ ചാപ്റ്ററിലും വീണ്ടും റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന്. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതില്ലെങ്കിൽ ഒന്നുമില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഏത് ട്രേഡ് എടുക്കുകയാണെങ്കിലും അത് പ്രോപ്പർലി റിസ്ക് മാനേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഓൾറെഡി റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഐഡിയൽ റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ എത്രയാണെന്നൊക്കെ നമ്മൾ മുൻപത്തെ ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനിതിൽ ഒരു വട്ടം കൂടിയും പറയാം. അപ്പോൾ അത് നമ്മുടെ കേസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ചെറുതായിട്ട് മോഡിഫൈ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഫണ്ടഡ് അക്കൗണ്ട്സിൽ 0 to അതായത് 0.5 to 1% അതാണ് നമ്മൾ എന്ത് ചെയ്യുക പെർ ട്രേഡ് റിസ്ക് ചെയ്യുക. അത് ഏതുവരെ റിസ്ക് ചെയ്യും, നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് 2% അപ്പാവുന്നത് വരെ. ആ 2% അപ്പായതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ 1 to 2% റിസ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ യു ക്യാൻ ഈസിലി ഒരു 1:3 അല്ലെങ്കിൽ 1:2 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു 5 to 6 or 7 ട്രേഡ്സിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അക്കൗണ്ട് പാസ്സാക്കി എടുക്കാം. ആൻഡ് ഇതേ കേസിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 0.5 to 1% റിസ്ക് ചെയ്യും, ഏതുവരെ 2% വരെ. ഇനി 2% ആയിട്ട് നിങ്ങൾ 1% റിസ്ക് 1 to 2% റിസ്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റിസ്ക് ചെയ്തിട്ട് ആ 2% അപ്പം അതിൻ്റെ താഴത്തോട്ട് എന്ത് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ഡ്രോ ഡൗൺ വന്നാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ബാക്ക് ടു ദ മറ്റേ സ്റ്റേജിലോട്ട് പോകണം. അതായത് 0.5 to 1% പെർ ട്രേഡ് എന്ത് ചെയ്യണം, റിസ്ക് ചെയ്യണം. അങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ റൂൾസ് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. അത് വെറുതെ ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, അത് പ്രോപ്പറായിട്ട് ഫോളോഡും ചെയ്യണം. ഇനി നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ലൈവ് അക്കൗണ്ട്സ്, അതായത് സ്വന്തം ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് 2 to 5% മാക്സിമം പെർ ട്രേഡ് 2 to 5%. അത് എത്ര വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ റിസ്ക് ഫോളോ ചെയ്യലാണ് അതിൽ ഏറ്റവും മേജറായിട്ടുള്ള കാര്യം. റിസ്ക് മാനേജ്മെൻറ്റ് ഒരിക്കലും എന്ത് ചെയ്ത് തെറ്റിക്കരുത്. ഡു നോട്ട് ബ്രേക്ക് ദാറ്റ് റൂൾ. ഇനി നമ്മുടെ ഒരു ഗോൾഡൻ റൂള്, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഒരു ദിവസം 2 വിൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വാക്ക് അവേ, 2 ലോസസ് കിട്ടിയിട്ടുണ്ടെങ്കിലും വാക്ക് അവേ. പിന്നെ നിങ്ങൾ ചാർട്ട് എടുത്തിരുന്നോ, ട്രേഡ് എടുക്കരുത്. അവിടെയാണ് കാര്യം. 2 വിൻസ് ആയെങ്കിൽ ഇനഫ്. നിങ്ങളെന്താണ് ഇങ്ങനെ ഒരുപാട് വിൻസ് കാര്യങ്ങൾ, അതിലല്ല കാര്യം. പ്രോപ്പറായിട്ട് എവിടെ നിർത്തണം എന്നറിയണം. മേ ബി 2 വിൻസ് കഴിഞ്ഞ് 3rd വിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഓവർ കോൺഫിഡൻസിൽ ഓവർ റൈഡായി പോകാം. അല്ലെങ്കിൽ 2 ലൂസേഴ്സ് കിട്ടി, 2 ലൂസ് കഴിഞ്ഞിട്ട് അത് മൊത്തം ഒറ്റയ്ക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത ട്രേഡ് എൻ്ററാകുമ്പോൾ മേ ബി എന്ത് ചെയ്യും, റിവെഞ്ച് ട്രേഡിങ് ആവും. സോ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് റൂൾസ് ഡിഫൈൻ ചെയ്യുക. ആ ഡിഫൈൻ ചെയ്ത റൂൾസിന് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ഈ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓവർ ട്രേഡിങ്ങും അതേപോലെ റിവെഞ്ച് ട്രേഡിങ്ങിന് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡിസിപ്ലിൻ ഉണ്ടാവുക, ഓൾവേസ് ബി ഡിസിപ്ലിൻഡ്. റൂൾസ് ഡിഫൈൻ ചെയ്യുക, റൂൾസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പേഴ്സണൽ, നിങ്ങൾക്ക് ഒരു ട്രേഡിങ്ങിൽ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ പോലും എന്ത് ചെയ്യും, അത് റിഫ്ലക്റ്റ് ചെയ്യും. ആ ഒരു ഡിസിപ്ലിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് സെക്ഷൻ RR, റിസ്ക് ടു റിവാർഡ് റേഷ്യോ. നമ്മളും ഇതിൻ്റെ മുന്നേ എന്താണ്, നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഇതിൽ എന്താ പറയുക, ഭയങ്കര പ്രോഫിറ്റബിൾ ആയതോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഇയേഴ്സ് ഓഫ് വർക്കും കാര്യങ്ങളും കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് പ്രോഫിറ്റബിൾ കാര്യങ്ങളായിട്ടുള്ളത്, നമ്മൾ ഈ ഗെയിമിൽ എന്ത് ചെയ്ത് നിലനിൽക്കുന്നത്. നമുക്ക് അന്ന് പറ്റിയൊരു മിസ്റ്റേക്ക് നമ്മൾ കുറച്ച് വൈകിട്ടാണെങ്കിലും അത് റിയലൈസ് ചെയ്തു. സോ അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് വരാതിരിക്കാനും അതേപോലെ നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യാനോടും വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റബിളാണ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ RR നമ്മൾ തീരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എന്താ ചെയ്യാണ്, നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടി, അത് അതിൻ്റെ TP ഇതാക്കും. SL നല്ല ലോങ് ആയിരിക്കും, TP ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. ചിലത് 1:1 ഉണ്ടാവാറില്ല, ചിലത് 1:1 ഒക്കെ മാക്സിമം. അങ്ങനെയൊക്കെ ഉണ്ടായ പല സിറ്റുവേഷൻസ് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈ റിസ്ക് ടു റിവാർഡ് റേഷ്യോ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, അത്ര
എന്താ പറയുക, അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ നമ്മുടെ കറക്റ്റ് എന്താണ് കൺഫർമേഷൻ കാര്യങ്ങളും എടുത്ത് പോകുമ്പോൾ എന്താണ് അത് ടി പി അടിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഒരു ലോങ് റണ്ണിൽ എന്താണ് ആ ഒരു RR പ്രോപ്പറായിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ ഒരു ട്രേഡിലുണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ 3 മടങ്ങോ 4 മടങ്ങോ നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ നമുക്ക് ലോസ് വരും. നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഗ്രോ ചെയ്തില്ല. സോ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക മാത്രമല്ല, അങ്ങനത്തെ ഒരു ട്രേഡ് എൻ്റർ ആവരുത്. ഒരു ലോ RRലുള്ള ട്രേഡിൽ ഒരിക്കലും നിങ്ങൾ എൻ്റർ ആവരുത്. ട്രേഡ്സ് ഒരുപാട് വിൻ ചെയ്തിട്ട് കാര്യമില്ല, സ്മാർട്ടായിട്ട് വിൻ ചെയ്യണം, അവിടെയാണ് കാര്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് മുൻപ് പറ്റിയൊരു മിസ്റ്റേക്കാണ്. സോ ഇപ്പോൾ ഞങ്ങളെങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് വെച്ചാൽ, മിനിമം ഞങ്ങൾക്കൊരു 1:3 RR ഞങ്ങളുടെ സ്ട്രാറ്റജി വെച്ചിട്ട്, ഞങ്ങളുടെ സെറ്റപ്പ്സ് കാര്യങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. 1:3 ഇല്ലെങ്കിൽ ഞങ്ങൾ എൻ്റർ ആവാറോ പോലും ഇല്ല. പിന്നെ അത് എന്താണ്, ട്രെയിലിംഗ് SL കീപ്പ് ചെയ്യുക, ബ്രേക്ക് ഈവൻ വെക്കുക, പിന്നെ പാർഷ്യൽസ് വെച്ച് ക്ലോസ് ചെയ്യുക, കാര്യങ്ങൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്താണ്, നമുക്ക് നമ്മുടെ ട്രേഡ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, അത്രയും തരണം, അത്രയും പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് എൻ്റർ ആവാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. ഈ 1:2 മോശമല്ല, 1:2 നല്ലതാണ്. നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് 1:3. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്താ ചെയ്യുക, എപ്പോഴും ഹൈ RRന് എന്ത് ചെയ്യുക, എയിം ചെയ്യുക. ഹൈ RR കിട്ടുന്ന ട്രേഡ്സ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ലോ RR ഉള്ളത് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ ഹൈ RRലുള്ള ട്രേഡ്സ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോങ് റണ്ണിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആവും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, SLs കാര്യങ്ങൾ, ബ്രേക്ക് ഈവൻ ഒക്കെ കാര്യങ്ങൾ അതൊക്കെ എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്യും, ഒക്കെ ചെയ്യും. അതൊക്കെ അങ്ങനെ വെച്ച് എന്ത് ചെയ്യുക, അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ എന്താണ് ഡിഫൈൻ ചെയ്ത റൂളിനനുസരിച്ച് അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു ട്രേഡ് എൻ്റർ ചെയ്യുന്ന ടൈമിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ട്രേഡ് എൻ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്താണ് നോക്കേണ്ടത്, കൺഫർമേഷൻസ് കിട്ടിയോ നോക്കുക. കൺഫർമേഷൻസ് കിട്ടിയാൽ റിസ്ക് എത്രയാണ്, നിങ്ങൾ റിസ്ക്കാണ് ഡിഫൈൻ ചെയ്യുക. ആ റിസ്ക് ഡിഫൈൻ ചെയ്യുന്നതോടൊപ്പം RR നോക്കുക. കാരണം നിങ്ങൾ എത്ര റിസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എത്ര റിവാർഡ് കിട്ടുന്നുണ്ട് എന്നാവണം. ഒരു ഹൈ റിവാർഡിങ് ആയിരിക്കണം. സോ റിസ്ക്കും RRും ചെക്ക് ചെയ്യാം. സെറ്റപ്പ് ഫോം ചെയ്തു, കൺഫർമേഷൻ കിട്ടി, റിസ്ക് നോക്കി, എൻ്റർ ദ ട്രേഡ്. പിന്നെ നോ ഹെസിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ട്രേഡ് എൻ്റർ ചെയ്യാം, SLും DPയും ഡിഫൈൻ ചെയ്യാം. പിന്നെ നിങ്ങൾ മാർക്കറ്റ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നിങ്ങൾ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ട്രേഡാണ് എൻ്റർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം SL അടിച്ചാൽ എത്ര ആവും, നിങ്ങൾക്കറിയാം TP അടിച്ചാൽ എത്ര ആവും. ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1:1 അല്ലെങ്കിൽ 1:2 എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അലേർട്ട് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുക. അതിനൊക്കെ ഇപ്പോൾ ടൂൾസ് കാര്യങ്ങളുണ്ടല്ലോ, അലേർട്ട് ഇട്ട് വെക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ട്രേഡ് എടുക്കുക, എന്ത് ചെയ്യുക, SL ട്രെയിൽ ചെയ്യുക, ബ്രേക്ക് ഈവൻ വെക്കുക. അല്ലാതെ ഒരു ട്രേഡ് എൻ്റർ ചെയ്തിട്ട് ട്രേഡിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക, അതിങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കുക, അതിൽ കാര്യമില്ല. നിങ്ങൾ പ്ലാൻ ഫോളോ ചെയ്തോ നോക്കുക, റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾ ഡിഫൈൻ ചെയ്ത റൂൾസ് കാര്യങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അതിനുശേഷമാണ് നിങ്ങൾ ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ഫിയർ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം യു ഹാവ് ഫോളോഡ് എവ്രിതിങ്, നിങ്ങളെല്ലാതും ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ലോസ് ഓർ വിൻ, അത് നമുക്ക് എന്താണ്, പ്രോബബിലിറ്റി, ഗെയിം ഓഫ് പ്രോബബിലിറ്റിയാണ്. അത് നമ്മൾ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്തായാലും 2 ഔട്ട്കമ്മേ വരുള്ളൂ. അത് ഏതാണേലും, അതിലെ ഏത് ഔട്ട്കം വന്നാലും നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ബാഡ് ട്രേഡ് അടിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഫോളോ ചെയ്തു. ഇനിയൊരു ഗുഡ് ട്രേഡാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ യു ഓൾറെഡി നോ ഇറ്റ് വുഡ് ഹാപ്പൻ. നിങ്ങൾക്ക് ആദ്യം അറിയിരുന്നു അത് സംഭവിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺഫർമേഷൻസ് വരെ എല്ലാതും കിട്ടിയിട്ടുണ്ട്, എന്നിട്ടാണ് ട്രേഡ് എൻ്റർ ആയിട്ടുള്ളത്. സോ യു നോ ഇറ്റ് വിൽ ഓൾറെഡി ഹാപ്പൻ. ഈ ബാഡ് ട്രേഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പ്ലാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നമ്മുടെ 100% കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഡിസൈഡ് ചെയ്യുന്നത് മാർക്കറ്റാണ്, അതിൽ നമുക്കൊരു റോളും ഇല്ല. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് സെക്ഷൻ, ഇത് പലരും ചെയ്യുന്നുണ്ടാവും, പലരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു എന്താ പറയുക, നല്ലൊരു ഹാബിറ്റാണിത്. പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ജേർണലിങ്. നിങ്ങളെടുക്കുന്ന ഓരോ ട്രേഡ്, അത് ലോസ് ആവട്ടെ, വിന്നാവട്ടെ, ഇനി ബ്രേക്ക് ഈവൻ എന്താണേലും, നിങ്ങൾ ട്രേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ, ജേർണൽ ചെയ്യുക. നിങ്ങൾ ഒരു ഐഡിയൽ ജേർണലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡിൻ്റെ പെയർ ഏതാണ്, ടൈം ഫ്രെയിം ഏതാണ്, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, അന്നത്തെ ബയാസ് എന്തായിരുന്നു,
നിങ്ങൾ ട്രേഡ് എൻ്റർ ചെയ്തപ്പോൾ പിന്നെ നിങ്ങളുടെ ഇമോഷൻസ് കാര്യങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ഒരു ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ ഇതെന്തായാലും ടി പി അടിക്കും, അല്ലെങ്കിൽ ഇത് മേ ബി ഒരു 50-50 ചാൻസ്, അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ അപ്പോൾ തോട്ടുള്ളത് അത് നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് പിന്നെ അതിൻ്റെ ഔട്ട്കം, അത് വിന്നാണോ ലോസാണോ ബ്രേക്ക് ഈവനാണോ, നിങ്ങൾ എത്ര പെർസെൻറ്റേജ് റിസ്ക് ചെയ്തു, നിങ്ങൾക്ക് എത്ര എന്താണ് കിട്ടിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലേറ്റർ ഓൺ ആ ഒരു ജേർണലിങ്ങിലോട്ട് ആ ഒരു ട്രേഡിൻ്റെ എൻട്രിയിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഫൈനലായിട്ട് അതിലെന്തെങ്കിലും റിമാർക്സോ, ഇപ്പോൾ ഒരു ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമാർക്സ് കൊടുക്കാം, ഇന്ന കാരണം കൊണ്ടാണ് ഇത് ലോസ് ആയത്. അപ്പോൾ ആ ഇത് നിങ്ങൾ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ നിങ്ങളുടെ ജേർണൽ റിവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് ലോസ് ആകാൻ കാരണം ഇന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ട്രേഡ് വരുമ്പോൾ അതേപോലത്തെ സംഭവം കാണുമ്പോൾ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്സൊക്കെ നിങ്ങൾ ജേർണൽ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു വീക്കെൻഡിൽ നിങ്ങൾ ആ ജേർണൽ എടുത്ത് നോക്കുക, എല്ലാ ട്രേഡ്സും എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, കാര്യങ്ങൾ നോക്കുക, എടുത്ത് നോക്കുക. ഇത് വിന്നായി, ഇത് നല്ല ഹൈ പ്രോബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അങ്ങനത്തെ സെറ്റപ്പ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ലോസായി, എന്തുകൊണ്ടാണ് ലോസായത്, അപ്പം ഇനി അടുത്ത ട്രേഡ് മുതൽ ഈ ഒരു ലോസ് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത്തരം ട്രേഡ്സ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, കാര്യങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ലേൺ ചെയ്യാം. സോ ജേർണൽ ചെയ്യുമ്പോൾ എന്താണ്, അത് നമ്മളൊരു എന്താ പറയുക, ഒരു സെൽഫ് ഇവാലുവേഷനാണ്. നമ്മളെ സ്വയം വിലയിരുത്തുന്ന ഇത് കാര്യമാണ്. നമുക്ക് നമ്മുടെ ട്രേഡ്സ് റിവ്യൂ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ഔട്ട് ചെയ്യാം. ഒരു മെയിൻ പോയിൻ്റാണ് ഫിൽട്ടർ ഔട്ട് ചെയ്യാം. നല്ല ട്രേഡ്സ് ഏതാണ്, ബാഡ് ട്രേഡ്സ് ഏതാണ്, ആൻഡ് അതിലെന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി ബാഡ് ട്രേഡ്സിനെ അവോയ്ഡ് ചെയ്യാം. അതിൽ നല്ല ഹൈ പ്രോബബിലിറ്റി തന്നെ ട്രേഡ്സിൻ്റെ സെറ്റപ്പ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നുകൂടി മാസ്റ്റർ ചെയ്യാൻ, കാര്യങ്ങൾ ചെയ്യാം. ഒരുപാട് എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട് നിങ്ങൾക്ക് ജേർണൽ ചെയ്യുമ്പോൾ. സോ അത് പറ്റുന്നവരൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ ഒരു ജേർണൽ കാര്യങ്ങളുണ്ട്, ആ ജേർണലിൻ്റെ എന്താ പറയുക ലേ ഔട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതിലൊരു സെപ്പറേറ്റ് വീഡിയോ, ഒരു ഐഡിയൽ ജേർണൽ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട ചിലർക്കെങ്കിലും തോന്നിയൊരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഇതിൻ്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്, സോർനൈറ്റ്സ് ടിപ്സ് ആൻഡ് സീക്രട്ട് സോഴ്സസ്. എന്നിട്ട് അവിടെ ടിപ്സ് അവിടെ, സീക്രട്ട് സോഴ്സ് കാര്യങ്ങൾ അവിടെ, സീക്രട്ടായിട്ട് നമുക്ക് മാത്രമായിരുന്നു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങൾ അവിടെ, അതെന്താ പറയാത്തതെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ഈ വീഡിയോ പറഞ്ഞ ഒരു കാര്യവും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഡാർക്ക് സീക്രട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആർക്കും അറിയാത്ത നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കോട്ട്, ഒരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു, എവരി വൺ നോസ് ദ റൂൾസ് ബട്ട് ഓൺലി എ ഫ്യൂ ഫോളോ ദം. അത് തന്നെയാണ് നമുക്ക് ഈ ടിപ്സ് ആൻഡ് സീക്രട്ട് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. യു ഓൾറെഡി നോ ദീസ് തിങ്സ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ്, വളരെ ഫ്യൂ പീപ്പിളോളം എന്ത് ചെയ്യുക, അത് ഫോളോ ചെയ്യുക, അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് കോമ്പൈൻ ചെയ്ത്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഇത്രയും പറഞ്ഞ ഓരോ സെക്ഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കോമ്പൈൻ ചെയ്ത് ഫോളോ ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ വിൻ ചെയ്യാല്ലാതെ അയാൾക്ക് വേറെ ഒരു ഓപ്ഷൻ അല്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് ഒരാൾ ഒരിക്കലും വിജയിക്കാതിരിക്കില്ല. ഹീ വിൽ സീ ദ റിസൾട്ട്സ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഈ സീക്രട്ട് ടിപ്സ് ആൻഡ് സോഴ്സസ്, അല്ലെങ്കിൽ എന്താ പറയുക, ട്രേഡിങ്ങിൽ വിൻ ചെയ്യാൻ ഈ ടിപ്സ് കാര്യങ്ങളൊക്കെ, എല്ലാ ടിപ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ട്രേഡിങ്ങിലോട്ട് കടന്നു വരുന്ന ഒരാൾക്ക് എന്തായാലും അറിയുന്നൊരു കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഫ്യൂ പീപ്പിൾ ഫോളോ, ഫ്യൂ പീപ്പിൾ ഇംപ്ലിമെൻ്റ് ഇറ്റ്. അവിടെയാണ് വിന്നേഴ്സും ലൂസേഴ്സും സെപ്പറേറ്റ് ആവുന്നത്. ആരാണ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നോ അവർ വിജയിക്കും. പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ല, റൂൾസ് തെറ്റിക്കുകയാണ്, സ്വയം ഡിഫൈൻ ചെയ്ത റൂൾസ് എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നു, ദേ വിൽ ലൂസ്. അത് തന്നെയാണ് വാട്ട് സെപ്പറേറ്റ് സോർനൈറ്റ്. നമ്മൾ ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്നത്, നമ്മൾ സെപ്പറേറ്റ് ആയി നിൽക്കുന്നത്, നമ്മൾ വിൻ ചെയ്തത് എന്തുകൊണ്ടാണ്, നമ്മൾ ഈ ഇപ്പോൾ ഇതുവരെ ഈ വീഡിയോ പറഞ്ഞ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ടിപ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തു, നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു, അത് കോമ്പൈൻ ചെയ്തു, കൺസിസ്റ്റൻ്റായിട്ട് നിന്നു. നിങ്ങൾക്കിതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ ഇതിപ്പോൾ എല്ലാവരും പറയണതാണല്ലോ, എല്ലാ വീഡിയോയിലും എല്ലാവരും ഇത് പറയുന്നല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് വേണ്ടതും. നിങ്ങളെ വിലയില്ലാതെ പലതും തട്ടിക്കളഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ തന്നെ പറഞ്ഞത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളെന്താണ് അവോയ്ഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് മേ ബി വിജയം നഷ്ടപ്പെട്ടേക്കാം. അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സോ നമ്മൾ ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കും. പുട്ട് ദ വർക്ക്,
സ്റ്റേ കൺസിസ്റ്റൻറ്റ്. നിങ്ങളിപ്പോൾ ഒരാഴ്ച കറക്റ്റായിട്ട് റൂൾസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് എവിടെ വിൻ ചെയ്യാത്ത എന്താ വെച്ചിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ഇത് ഇയേഴ്സ്, വർഷങ്ങളോളം ഫോളോ ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് നമ്മൾ സക്സസ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. സോ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കുക, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, യു വിൽ വിൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ദിസ് ചാപ്റ്റർ വാസ് ഇൻ അബൌട്ട് ജസ്റ്റ് ടിപ്സ്. എന്തെങ്കിലും കുറച്ച് ടിപ്സോ കാര്യങ്ങളല്ല, നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. വേറെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാനും പോകുന്നില്ല. നമ്മളിപ്പോൾ ഇത്രയും ഈ ഒരു ഗൈഡിൽ, ഈ ഒരു സീരീസ് ഓഫ് ഗൈഡ്സിൽ നമ്മൾ ഒരു പ്രോപ്പർ പക്ക ബ്ലൂ പ്രിൻ്റാണ് നിങ്ങൾക്ക് തന്നത്. ബേസിക്സ് കാര്യങ്ങളെല്ലാതും ഷെയർ ചെയ്ത് തന്നു, സ്ട്രാറ്റജി കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നു, റിസ്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നു. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ നിങ്ങൾ ആക്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ജസ്റ്റ് പുട്ട് ദ വർക്ക്. ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. സക്സസ് നിങ്ങൾ സ്ലോലി കണ്ടു തുടങ്ങും. ഇന്നൊരു ദിവസം നിങ്ങൾ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് നാളെ അവിടെ സക്സസ് ചോദിച്ചില്ലെങ്കിൽ കാര്യമില്ല. പേഷ്യൻസ് വേണം, സമയമെടുക്കും. ബട്ട് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്യാം. ഈ ഒരു ചാപ്റ്റർ റിലീസ് ചെയ്യാൻ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേറെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടായതുകൊണ്ടാണ് അത് ഇത്ര ഡിലേ ആയത്. ആൻഡ് വിത്ത് ദാറ്റ് ദ ഫോറക്സ് ട്രേഡിംഗ് ഗൈഡ് ബൈ സോർനെറ്റ് ഒഫീഷ്യലി എൻഡ്സ് ഹിയർ. കഴിഞ്ഞ 6 ചാപ്റ്ററുകളായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് പേര് നമ്മളെ ഫോളോ ചെയ്തു. ഒരുപാട് പേര് ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് തന്നെ പ്രോക്രാസ്റ്റിനേഷനും അടിച്ചിട്ട് പിന്നെ വീഡിയോ കാണാത്തവരുണ്ട്, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കണ്ടവരുണ്ട്, പകുതി വരെ കണ്ട് നിർത്തിയവരുണ്ട്. പല കാറ്റഗറി ആൾക്കാരും നമ്മളത് കാണുന്നുണ്ട്. സോ ഈ ഒരു ചാപ്റ്റർ വരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ഓൾറെഡി നോ ദർ ഈസ് സംതിങ്, എന്തോ ഒന്ന് ഉണ്ട് നിങ്ങളിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ളവരുടെ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന എന്തോ ഒരു ഫാക്ടർ നിങ്ങളതിലുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നല്ലപോലെ വർക്ക് ചെയ്യുക, നല്ലപോലെ ഇതിനെപ്പറ്റി പഠിക്കുക, ബാക്ക് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്യുക, നല്ല റൂൾസ് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുക. ഡിഫൈൻ ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഫോർ എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജസ് ത്രൂ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം നമ്മളെ. ആൻഡ് വി വിൽ ഗൈഡ് യു. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്താ ഡൗട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ഗൈഡിൽ, ഈ ഒരു സീരീസ് ഓഫ് ഗൈഡ് ഇവിടെ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫ്രം എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഹോളി ഗ്രേയിലോ അല്ലെങ്കിൽ 100% വിന്നിങ് സ്ട്രാറ്റജിയോ അല്ല നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏതൊരു സ്ട്രാറ്റജി കിട്ടുകയാണെങ്കിലും നിങ്ങൾക്കത് വെച്ച് എങ്ങനെ വിൻ ചെയ്യാം, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഈ വഴിയിലൂടെ തന്നെ നടന്ന് വിൻ ചെയ്യണം എന്നല്ല നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഏത് വഴിയിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ വിൻ ചെയ്യാമെന്നാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ എവറിത്തിങ് യു നീഡ് ടു ബിക്കം എ പ്രോഫിറ്റബിൾ ട്രേഡർ. ഇറ്റ്സ് റൈറ്റ് ഹിയർ ഇൻ ദിസ് സീരീസ്. ഇനി നിങ്ങളാണ് വർക്ക് ചെയ്യേണ്ടത്, നിങ്ങളാണ് അത് ഓരോന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഇറ്റ്സ് ഓൺ യു. വിത്ത് ദാറ്റ് ബീങ് സെയ്ഡ്, good luck. This is LNK signing off.